ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിലുണ്ടായ മാറ്റങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ലൈസൻസ് കാലാവധി നിശ്ചയിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ വന്നത്. ഈ ഭേദഗതിക്ക് മുൻപ് സാധാരണ വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി പരമാവധി 20 വർഷം അല്ലെങ്കിൽ വ്യക്തിക്ക് 50 വയസ്സ് തികയുന്നത് വരെയായിരുന്നു. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് പുതുക്കേണ്ടിയിരുന്നത്. എന്നാൽ 2019 ശേഷം എടുത്തതോ പുതുക്കിയതോ ആയ ലൈസൻസുകൾക്ക് പ്രായപരിധി അടിസ്ഥാനമാക്കിയാണ് പുതിയ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 30 വയസ്സിൽ താഴെയുള്ളപ്പോൾ എടുക്കുന്ന ലൈസൻസുകൾക്ക് ആ വ്യക്തിക്ക് 40 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടാകും. ഉദാഹരണത്തിന് 18-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന ഒരാൾ അത് പിന്നീട് പുതുക്കേണ്ടത് 40-ാം വയസ്സിലാണ്. 30 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കാലാവധി 10 വർഷമായിരിക്കും. അതായത് 31-ാം വയസ്സിൽ ലൈസൻസ് നേടുന്നയാൾ 41-ാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്. ഇനി 50 മുതൽ 55 വയസ്സ് വരെയുള്ള സമയത്താണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 60 വയസ്സാകുന്നത് വരെ മാത്രമായിരിക്കും കാലാവധി. ഉദാഹരണത്തിന് 54-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന വ്യക്തിക്ക് 6 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുക. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കണം. ഇതോടൊപ്പം മീഡിയം, ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി 2019 മുൻപ് 3 വർഷമായിരുന്നത് ഭേദഗതിക്ക് ശേഷം 5 വർഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.